നിമിഷപ്രിയയെ എങ്ങനെയെങ്കിലും വധിക്കണം. എത്രയും വേഗം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണം. അതിനുവേണ്ടി ചില ആളുകൾ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഫേക്ക് ഐഡിയകളിൽ കൂടി ചില ആളുകൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ യമനിലെ ഭരണകൂടം നടപ്പിലാക്കുന്നതിന് മുമ്പേ തന്നെ കേരളത്തിലെ വർഗീയവാദികളായ ചില മലയാളികൾ അത് നടപ്പിലാക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം നിമിഷപ്രിയയുടെ കേസിൽ ഇടപെടുകയും അതിൻ്റെ ഭാഗമായിട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രശംസകളും അഭിനന്ദനങ്ങളും കണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ധൃതി കൂട്ടുകയാണ്. അതിലൊന്നാമത്തെ കൂട്ടർ കാന്തപുരം ഉസ്താദിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടരാണ്. നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ വിജയകരമായപ്പോൾ ഉസ്താദിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഹാലടക്കി. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിയാലോ ഇനി അതുമല്ലെങ്കിൽ നീട്ടിവെച്ചു കഴിഞ്ഞാലോ വീണ്ടും ലോകമെമ്പാടുമുള്ള ആളുകളുടെ പ്രശംസയും സ്നേഹമൊക്കെ കാന്തപുരം ഉസ്താദ് ഏറ്റുവാങ്ങേണ്ടി വരും. അതിനാൽ തന്നെ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉസ്താദിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും നിമിഷപ്രിയയുടെ വധശിക്ഷ അത് നടത്താൻ വേണ്ടി അവർ അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്രയും വേഗം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് പിന്നീട് കാന്തപുരം ഉസ്താദിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കാനും പരിഹസിക്കാനും എത്രയും വേഗം ഒരവസരമുണ്ടായിക്കിട്ടും. കണ്ടില്ലേ, ഉസ്താദിനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, ഇയാൾ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കാനുള്ള വലിയൊരവസരം അവരുടെ കൈകളിലേക്ക് എത്തും. അത്തരമൊരവസരത്തിനായിട്ടാണ് അത്തരം ആളുകൾ കാത്തിരിക്കുന്നത്. നോക്കൂ, കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മഹദിയുടെ സഹോദരനായ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ ഫേസ്ബുക്ക് പേജുകളിലൂടെയാണ് ഇത്തരം ആളുകൾ അവരുടെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജുകളിൽ അത്തരം ആളുകൾ പലതരത്തിലുള്ള കമൻറ്റുകൾ ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം ചെയ്യുന്ന ഓരോ പോസ്റ്റുകൾക്ക് താഴെ മലയാളത്തിലും അറബിയിലുമായി ചില ഫേക്ക് ഐഡിയകളിൽ കൂടി പല ആളുകൾ അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തലാൽ അബ്ദോ മഹദി അവസാനമായി ഫേസ്ബുക്കിൽ കുറിച്ചത് 24 ന്യൂസിൻ്റെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. ഒരു മലയാള ചാനലിലെ വാർത്ത അങ്ങ് യമനിലെ തലാൽ അബ്ദോ മഹദി അത് ശ്രദ്ധയോടുകൂടി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ വർഗീയവാദികളായ മലയാളികളായ ചില ആളുകൾ അവരിടുന്ന ഓരോ കമൻറ്റുകളും അദ്ദേഹം വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങൾ നിങ്ങളുടെ സഹോദരന് ഇത്ര വിലയെ കൽപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ സഹോദരനെ ഇഞ്ചിഞ്ചായിട്ടല്ലേ അവൾ കൊന്നുകളഞ്ഞത്, അവൾക്കൊരിക്കലും മാപ്പ് കൊടുക്കരുത് എന്നാണ് ചില ആളുകൾ പങ്കുവെക്കുന്നത് എങ്കിൽ മറ്റു ചില ആളുകൾ അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിന്നെക്കൊണ്ടൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല, നീ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യ് എന്നുള്ള തരത്തിലുള്ള കമൻറ്റുകൾ ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരു വിഭാഗം കാന്തപുരം ഉസ്താദിനെ പുകഴ്ത്തിക്കൊണ്ട് നീയൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യ്, ഞങ്ങളുടെ കാന്തപുരം ഉസ്താദ് നോക്കിക്കൊള്ളും എന്നൊക്കെയുള്ള കമൻറ്റുകൾ ഇട്ടുകൊണ്ട് ആ കുടുംബത്തിന് കാന്തപുരം ഉസ്താദിനോടുള്ള ദേഷ്യമുണ്ടാക്കാൻ തരത്തിൽ പലതരം കമൻറ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം വെടിവീരൻ, നരസിംഹ മന്നാടിയാർ എന്നിങ്ങനെയുള്ള ഫേക്ക് ഐഡിയകളിലൂടെയാണ് ഈ കമൻറ്റുകൾ വരുന്നത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. അബ്ദുൽ ഫത്താഹ് മഹദി അവസാനമായി കുറിച്ച പോസ്റ്റിലും നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല എന്ന് സൂചിപ്പിക്കുന്ന വരികളാണ്. അതിലൂടെ ഇത്തരം ആളുകളുടെ അജണ്ടകൾ അത് കൃത്യമായി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ഇതിൽ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും കേന്ദ്ര സർക്കാരാണ് ഇതിൻ്റെ എല്ലാ പൂർണ്ണ അവകാശങ്ങളും അവർക്കാണ് ക്രെഡിറ്റ് എന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറുഭാഗത്ത് ഇത്തരം ആളുകൾ അവരുടേതായ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം ഉസ്താദിൻ്റെ പേര് വെളിപ്പെടുത്താതിരിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ യമനിലെ സൂഫി പണ്ഡിതനായ ഹബീബ് ഉമർ ബിൻ ഹഫീസ് തങ്ങളുടെ ശിഷ്യനായിട്ടുള്ള ജവാദ് മുസ്തഫാവി കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിനോടത്ത ചർച്ചയ്ക്കിടയിൽ പറയുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരാൾ, കേരളത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാൾ, യമനിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളോട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വാഗ്ദാനം ചെയ്യുന്ന തുകയേക്കാൾ ഉയർന്ന ദയാദനം ഞങ്ങൾ നൽകാം, കാന്തപുരത്തിന്റെ പേര് ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി തരുമോ എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ആരാണ് എന്ന് ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയുന്നതായിരിക്കും. കേരളത്തിലെ മലയാളിയായ ഒരു അറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹം കാന്തപുരം ഉസ്താദിന്റെ ഈ ഒരു പേര് ഈ ഒരു ചർച്ചയിൽ വരാതിരിക്കാൻ വേണ്ടി കാന്തപുരം ഉസ്താദ് എത്രയാണോ ദിയാദനമായി നൽകാൻ തയ്യാറായത് അതിനേക്കാൾ കൂടുതൽ പണം ഞങ്ങൾ നൽകാൻ തയ്യാറാണ്, അതിനാൽ തന്നെ ഉസ്താദിൻ്റെ പേര് ഇവിടെ ഈ ചർച്ചയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്.
അതിനാൽ തന്നെ ഈ ഒരു വിഷയത്തിൽ കാന്തപുരം ഉസ്താദിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുകയാണ് ചില ആളുകൾ. അതിനിടയിലാണ് മുബാറക് റാവുത്തർ എന്ന് പറയുന്ന ഒരുവൻ രംഗത്തിറങ്ങിയത്. കാന്തപുരം ഉസ്താദിനോട് കടുത്ത വിയോജിപ്പും ശത്രുതയും വെച്ച് പുലർത്തുന്ന മുബാറക് റാവുത്തർ യമനിലെ അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. ഇവിടെയുള്ള മലയാളികൾ നിമിഷപ്രിയയെ നല്ലവളായി കാണുന്നുവെന്നും കുറ്റം മുഴുവനും കൊല്ലപ്പെട്ട വ്യക്തിക്കാണെന്നുള്ള തരത്തിൽ ചില പരാമർശങ്ങളും ചർച്ചകളും ഈ റാവുത്തർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായി റാവുത്തർ ടെലിഗ്രാം ഗ്രൂപ്പുകളും ചാനലുകളും വരെ തുടങ്ങി എന്ന് പറഞ്ഞു വെക്കുന്നു. പക്ഷേ താൻ ഇതുവരെ ടെലിഗ്രാം എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നും എനിക്കതിലൊരു അക്കൗണ്ട് ഇല്ല എന്നും മാതൃഭൂമിയുടെ ചർച്ചയ്ക്കിടയിൽ റാവുത്തർ പറഞ്ഞു വെച്ചു. നിങ്ങളുടെ മീഡിയ പ്രവർത്തകർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ മീഡിയ പ്രവർത്തകർ ഇരിപ്പുണ്ട്. എന്റെ മൊബൈലിൽ ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ടോ അല്ലെങ്കിൽ ഒരു ടെലിഗ്രാമിന് ആപ്പ് ഉണ്ട് എന്ന് നിങ്ങളുടെ പ്രവർത്തകർ ഇവിടെ അത് വ്യാജമായിട്ട് എനിക്ക് ടെലിഗ്രാം അക്കൗണ്ട് ഇല്ല, ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല. പക്ഷേ റാവുത്തറിന്റെ ആ വാദങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. റാവുത്തർ തന്റെ ടെലിഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതിന്റെ തെളിവുകളാണ് പുറത്തു വന്നത്. ഇന്നലെ മുബാറക് റാവുത്തർ എന്ന പേരിൽ പ്രൊഫൈൽ പിക്ചർ വിസിബിൾ അല്ലാത്ത സാധാരണയായ ഒരു ആക്റ്റീവ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് ഡിലീറ്റഡ് അക്കൗണ്ടായി കാണിക്കുകയാണ്. പേരിന് പകരം ഡിലീറ്റഡ് അക്കൗണ്ട് എന്ന് മാത്രം, ഗോസ്റ്റ് രൂപത്തിലുള്ള ഐക്കൺ മാത്രം, യൂസർ ഐഡിയും പ്രൊഫൈൽ വിവരങ്ങളും കാണുന്നില്ല. മുബാറക് റാവുത്തർ തന്റെ ടെലിഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. എന്നാൽ ഗ്രൂപ്പുകൾ എക്സിറ്റ് ചെയ്യാൻ വിട്ടുപോയി. ടെലിഗ്രാമിൽ ഒരു ഉപയോക്താവ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്താലും അദ്ദേഹം അംഗമായിരുന്ന ഗ്രൂപ്പുകളിൽ അവർ തുടർന്നും കാണപ്പെടും. ഡിലീറ്റ് ചെയ്ത അക്കൗണ്ട് ഇപ്പോഴും കാണാനാകുമെന്നുള്ള കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇരു വൃക്കകളും തകരാറിലായി എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി കിടന്ന് അവസാനം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് 40 ലക്ഷത്തോളം രൂപ സമാഹരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വ്യക്തിയാണ് ഈ റാവുത്തർ എന്ന് പറയുന്നത്. അന്ന് കേരളത്തിലെ നല്ലവരായ മനുഷ്യർ ജാതിയും മതവും മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി, അതിൽ പാണക്കാട് തങ്ങളടക്കം എല്ലാവരും വീഡിയോകൾ ചെയ്ത് സമാഹരിച്ചാണ് ആ തുക കണ്ടെത്തിയത്. അങ്ങനെ സുമനസ്സുകളുടെ സഹായത്താൽ ജീവിതത്തിലേക്ക് തിരികെ വന്ന റാവുത്തറാണ് ഇപ്പോൾ വർഗീയ വിഷയങ്ങളുമായി രംഗത്തിറങ്ങുന്നത്. BJPയിലെ ചില ആളുകൾ നിമിഷപ്രിയയുടെ മോചനം നീട്ടിക്കിട്ടിയത് അതിന്റെ ക്രെഡിറ്റ് മുഴുവനും കേന്ദ്ര സർക്കാരിൻ്റെതാണ് എന്ന് വാദിക്കുമ്പോൾ, ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ചില ആളുകൾ നിമിഷപ്രിയ കൊടും കുറ്റവാളിയാണ് എന്നും അതിനാൽ തന്നെ ആ ഒരു ശിക്ഷ നടപ്പിലാക്കണമെന്നുള്ള തരത്തിലേക്ക് ചില പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നു. മറ്റൊരു കൂട്ടർ കാസ എന്ന് പറയുന്ന ക്രിസംഖികളാണ്. കഴിഞ്ഞ വർഷം മലപ്പുറത്തെ കാസ അവർ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചൊരു പോസ്റ്റാണിത്. കൊലപാതക കുറ്റത്തിൽ അകത്ത് കിടക്കുന്ന അബ്ദുറഹീമിന് വേണ്ടി 27 കോടി കൊടുത്ത് ഇറക്കാൻ കേരളത്തിൽ ആളുണ്ട്. പക്ഷെ വേറെ ഒരു മലയാളി പെൺകുട്ടി നിമിഷപ്രിയ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് കോടികൾ പിരിക്കാൻ ഒരാൾക്കും താല്പര്യമില്ല. അത്തരത്തിലന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയ കാസ ഇന്ന് പറയുന്നത് നിമിഷപ്രിയ കൊടും കുറ്റവാളി എന്നാണ്. വർഷങ്ങളായി തങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത വിഷയം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരൊറ്റൊരു ഫോൺ കോളിലൂടെ ചെയ്തു കാണിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചൊറിച്ചിൽ, അത് തന്നെയാണ് ഇതിലൂടെ നമുക്കെല്ലാം കാണാൻ സാധിക്കുന്നത്.